വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മാൻ ഓൺ ക്ലോക്ക്. ഇന്ന് നമ്മൾ പോകുന്നത് രാമനഗരയ്ക്കടുത്തുള്ള അന്നഹള്ളി തടാകത്തിനടുത്തേക്കാണ്. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. ഒരു വീക്കെൻഡ് ഡ്രൈവോ റൈഡോ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഭൈരവേശ്വര ഭട്ട എന്നൊരു മലയുടെ താഴ്വാരത്തായിട്ടാണ് ഈ തടാകം നിലനിൽക്കുന്നത്. അന്തികുണ്ടി സ്റ്റേറ്റ് ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗമാണിത്. ഇന്ന് നമ്മൾ പോകുന്നത് ട്രെക്ക് ചെയ്യാനോ ഒരു ഡ്രൈവിനോ അല്ല, മറിച്ച് ആ തടാകത്തിൻ്റെ അടുത്തൊരു ക്യാമ്പ് ചെയ്യാനായിട്ടാണ്. ഞങ്ങൾ പുറപ്പെട്ടത് ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നായത് കാരണം മാപ്പിൽ കാണിച്ച മൈസൂർ റോഡ് പിടിക്കാതെ നേരെ റാഗിഹള്ളി ഫോറസ്റ്റ് വഴി കയറി. ഹൈവേ അല്ലെങ്കിൽ നല്ല അടിപൊളി സീനിക് റൂട്ടാണിത്. ഈ ഫോറസ്റ്റ് വഴി കുറച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് അന്നഹള്ളി വില്ലേജിലാണ്. വില്ലേജ് കഴിഞ്ഞാൽ പിന്നെ നേരെ ലേക്കിനടുത്തേക്കാണ് ഈ വഴി പോകുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന റേഡിയോ നമ്മുടെ വോക്കി ടോക്കി. മൊബൈൽ ഫോൺ റേഞ്ച് ഉണ്ടെങ്കിലും ഈസി കമ്മ്യൂണിക്കേഷന് ഈ വോക്കി ടോക്കിയാണ് നല്ലത്. ഈ റോഡ് നേരെ ചെന്നത് തടാകത്തിന്റെ തിട്ടയുടെ അടുത്തേക്കാണ്. ആ കാണുന്നത് ലൈജുവിന്റെ വണ്ടി നേരത്തെ തന്നെ അവിടെ എത്തി തിട്ടയുടെ മേലെ നിർത്തിയിട്ടതാണ്. എന്തായാലും ഈ സൈഡിലുള്ള വഴിയിലൂടെ ആ തടാകത്തിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. നേരത്തെ വണ്ടിയിൽ നിന്ന് നോക്കിയപ്പോൾ ഇവിടെ 2-3 വണ്ടികൾ കഴുകുന്നുണ്ടായിരുന്നു. അതിൽ 2 വണ്ടികൾ പോയിട്ട് ഇപ്പോൾ ഒരു ഗുഡ്സ് ഓട്ടം മാത്രമേ ഇവിടെയുള്ളൂ. വണ്ടി ഓടിച്ച് നേരെ തെറ്റിയുടെ മേലെത്തി. ഇപ്പോഴത്തെ സംശയം എന്താണെന്ന് വെച്ചാൽ തടാകത്തിൻ്റെ ഈ സൈഡ് ടെൻ്റ് അടിക്കണോ അതോ അപ്പുറത്തെ സൈഡ് ടെൻ്റ് അടിക്കണോ എന്നാണ്. എന്തായാലും പോയി നോക്കാം. നേരെ കാണുന്നതാണ് ഭൈരവേശ്വര ബെട്ട. തൊട്ടിപ്പുറം കാണുന്നത് ക്യാമ്പ് ചെയ്യണോ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന സ്ഥലം. തടാകത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗം, അതായത് ഭൈരവേശ്വര ബെട്ടയുടെ അടുത്തുള്ള ഭാഗം എല്ലാ വണ്ടികൾക്കും ഇറങ്ങാൻ പറ്റിയൊരു സ്ഥലമല്ല. നമ്മുടെ കൂടെ ഒരു സെഡാനുണ്ട്. അപ്പോൾ ഈ ഭാഗം വളരെ ബുദ്ധിമുട്ടായിരിക്കും. കൂട്ടത്തിലെ ജിന്നിയുടെ മുന്നിലെ ടയർ പഞ്ചർ ഒട്ടിച്ചിട്ട് കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പുറത്തെ ഭാഗത്ത് ചെയ്യുന്നതായിരിക്കും സേഫ്. നിങ്ങൾക്ക് ഇത് വണ്ടിക്ക് കഴിഞ്ഞായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഞങ്ങളുടെ കൂട്ടത്തിലെ എത്താനുള്ള 3 വണ്ടികൾ ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ചുറ്റുപാടൊന്ന് കറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ പോകുന്നതാണിത്. തടാകത്തിന്റെ സൈഡിലൂടെ കണ്ട വഴിയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. 2 സൈഡിലും നല്ല ഇല്ലിമുള്ളാണ്. നേരെത്തിയത് വേറൊരു തടാകത്തിലേക്കാണ്. ഈ തടാകം മിക്കവാറും ഫോറസ്റ്റിന്റെ ഭാഗമായിരിക്കും. അതുകൊണ്ടാണ് ഈ വഴി ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. ഇവിടെ തീ കൂട്ടിയ സ്ഥലമൊക്കെ കാണുന്നുണ്ട്. അതായത് ആൾക്കാർ വന്ന് ഇവിടെ സമയം ചെലവഴിക്കാറുണ്ട് എന്ന്. മഴക്കാലല്ലെങ്കിലും ലേക്ക് ബെഡിലേക്ക് വണ്ടി ഇറക്കുന്നത് റിസ്ക്കാണ്. കൂടെയുള്ളതെല്ലാം 4x4 വണ്ടിയാണെങ്കിലും പെട്ടുപോയാൽ നമ്മളെ ടൈം വേസ്റ്റാണ്. ഓഫ് റോഡ് വണ്ടികൾ ഒരു ചെറിയ ഓഫ് റോഡ് കണ്ടതിൻ്റെ ആവശ്യമാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ഏതോ പരിചയമില്ലാത്തൊരു മൃഗത്തിൻ്റെ കാൽപ്പാടാണ്. കൊക്ക്, കാള അല്ലെങ്കിൽ പശു. പിന്നെ ഈ കാണുന്നത് നരിയെ പോലെ തോന്നും. എന്തായാലും നായല്ല. വണ്ടി തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ല. കൂടെ വരാനുണ്ടായിരുന്നവരെല്ലാവരും എത്തി എന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് അന്നഹള്ളി ലേക്കിൻ്റെ അടുത്തേക്ക് പോവാണ്. അവിടെ പോയിട്ട് ടെൻറ്റ് സെറ്റാക്കണം. മിക്കവാറും എല്ലാവരും കാറിൽ തന്നെയാണ് ഉറക്കം. എല്ലാ കാറിലും ബെഡും നീണ്ടു നിവർന്ന് കിടക്കാനുള്ള സെറ്റപ്പും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് ടെൻറ്റിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് കാറാണ്. ഒന്നാമത് കാർ ഫുള്ള് ക്യാമ്പിംഗ് റെഡിയാണ്. രണ്ടാമത് ടെൻറ്റ് അടിക്കാനുള്ള എഫേർട്ടും ഇല്ല. വണ്ടി എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ മാത്രമേ ഞങ്ങൾ സാധാരണ ടെൻറ്റ് കൊണ്ടുപോകാറുള്ളൂ. ലേക്കിൻ്റെ അടുത്തുള്ള ഭൈരവേശ്വര ബെട്ട കയറാനുള്ള പരിപാടിയാണ്. തുടക്കം സാധാരണ പാറ പോലെ തന്നെ കുറേ ചീളുകളൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഭാഗത്തൊക്കെ കല്ല് വെച്ചൊരു പാത പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞ് കയറുമ്പോൾ കുറച്ച് കുത്തനെയാണ് ഈ പാറ. കയറാനായി റെയിലിങ്സ് ഒക്കെ ഉണ്ട്. മേലെ അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്. മഴയത്ത് വെള്ളമൊലിച്ച് വന്നും കാറ്റൊക്കെ അടിച്ചുമാണ് ഇങ്ങനത്തെ ഈ ഫോർമേഷൻസ് ഉണ്ടായത്. ഒരു ചെറിയ വെള്ളക്കെട്ടാണ് മലയുടെ മുകളിൽ. പക്ഷേ ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതാണ്. കുറേ തവളമടലും ആമ്പലും മാത്രമേ അതിലുള്ളൂ. മേലെ കാണുന്ന പാറയുടെ അടുത്താണ് അമ്പലം. ആദ്യത്തെ പാറയുടെ അടുത്തായി വേറൊരു വഴി കൂടെ കാണുന്നുണ്ട്. വില്ലേജിൽ നിന്നും വരുന്നവർ ചിലപ്പോൾ ഇതിലാവും കയറുന്നത്. വഴിയുടെ അടുത്താണ് 2ാമത്തെ പാറ. അതിനടുത്താണ് അമ്പലം.
ഈ പൊട്ടി നിൽക്കുന്ന ഫലകം പോലത്തെ ചീല് ഒരു അത്ഭുതം തന്നെയാണ്. ഈ കാണുന്ന പാറയിൽ നിന്നും അടർന്നു വന്നതായിരിക്കും ഇത്. ഈ പാറയിടക്കിലാണ് അമ്പലം. ഭൈരവേശ്വരിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് തോന്നുന്നു. അമ്പലത്തിന്റെ മേലേക്ക് വീണ്ടും കയറാം. ഒരു ചെറിയ ഫോറസ്റ്റ് പോലെയൊക്കെ തോന്നും മുകളിൽ. ബാംഗ്ലൂരിൽ നിന്നും ഈസി ട്രക്ക് നോക്കുന്നവർക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റുന്നൊരു ട്രക്കാണിത്. ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ റെയിലിംഗ് വെച്ചിട്ടുണ്ട്. മുകളിൽ നിന്ന് സമയം പോയതറിഞ്ഞില്ല. അമ്പലത്തിന്റെ പിന്നിലായി ഒരു ഷെഡുണ്ട്. ആ അമ്പലത്തിൽ അന്നദാനമൊക്കെ നടത്തുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നായിരിക്കും. എന്തായാലും ഞങ്ങൾ ഇറങ്ങാണ്. വണ്ടി എടുത്ത് നേരെ പറഞ്ഞ ക്യാമ്പിംഗ് ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവരെല്ലാവരും ഓൾറെഡി സെറ്റായിരിക്കുകയാണ് ഇവിടെ. എന്തായാലും ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. ഇന്നത്തെ മെനു എന്ന് പറയുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. ഈ കാണുന്നതാണ് ലൈജു സാറിൻ്റെ ബുദ്ധി. ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പ്രാണിയുള്ളത് കാരണം കുറച്ച് ദൂരെ തീയിട്ട പ്രാണിയൊക്കെ അങ്ങോട്ട് പോകും എന്നതാണ് കണ്ടുപിടുത്തം. എന്താവുന്നൊരു ഐഡിയ ഇല്ല. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്ത് നിൽക്കുമ്പോൾ തൊട്ടടുത്ത വില്ലേജിൽ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു ആനശല്യമുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ക്യാമ്പ് ചെയ്യുമ്പോൾ ആന വരുമെന്ന് പറയുന്നത് എന്തൊരു ദ്രാവിഡാണ്. എന്തായാലും ഒരു വലിയ മരമുട്ടി കത്തിക്കണം. നല്ല ഇരുട്ടാണ്. വൈകുന്നേരം ഇവിടെയൊക്കെ ചുറ്റി നടന്നതാണെങ്കിലും രാത്രി പിന്നെ ആന എന്നൊക്കെ കേട്ടപ്പോൾ ചെറിയൊരു പേടിയില്ലാതില്ല. അങ്ങനെ ഒരു മുട്ടി കിട്ടി ഗൈസ്. പക്ഷേ ഇതിന് നല്ല വെയിറ്റാണ്. GM എന്തായാലും ഇത് മുറിക്കാൻ തീരുമാനിച്ച പോലെയാണ്. നടക്കില്ലാന്ന് കണ്ടപ്പോൾ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് ഒരു വണ്ടി വിളിച്ചിട്ടുണ്ട്. നോക്കട്ടെ. സംഭവം വണ്ടിയിൽ നടന്നില്ല കൈ. ഞങ്ങൾ തന്നെ ഇത് പൊക്കി കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഇനി ഇത് കത്തിച്ചെടുക്കുന്നത് ഒരു ടാസ്ക്കാണ്. എന്തായാലും ഫുൾ ടീം ഇതിന്റെ കഠിന പ്രയത്നം. ഈ കാണുന്ന പുക അവിടെ എന്തോ വേസ്റ്റ് ഇട്ട് കത്തിക്കുന്നതാണ്. ഞങ്ങൾ ക്യാമ്പ് ചെയ്യുന്നതിന്റെ അവിടെ നിന്ന് കുറച്ച് മാറി ഏതോ ടീംസ് എന്തോ കത്തിക്കുന്നുണ്ട്. ചില്ലറ പുകയല്ല, നല്ല വൃത്തിക്ക് ഫുൾ ഏരിയ കവർ ചെയ്ത പുക. ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഈ പുകയുള്ള സമയത്താണ് അത് സാറ്റലൈറ്റിൽ പിടിച്ചതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ കത്തിക്കൽ ഇവിടെ സ്ഥിരമാണ്. നിങ്ങൾ ഇതിനെപ്പറ്റി അറിയുമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അങ്ങനെ രാവിലെ എന്തായാലും ആന വന്നില്ല എന്ന് ഊഹിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ വന്നു പോയിട്ടുണ്ടാവും. എന്തായാലും ഒന്നും പറ്റിയിട്ടില്ല. ഈ സ്ഥലം ക്യാമ്പ് ചെയ്യാൻ അടിപൊളിയാണ്. ഇനി മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ പൊളിക്കും. എന്തായാലും മരമുട്ടി 3/4 ഭാഗത്തോളം കത്തി തീർന്നിട്ടുണ്ട്. ഈ ലേക്ക് പാട്ടത്തിന് കൊടുത്താണ് മീൻ വളർത്താം. രാവിലെ 2 പേര് വട്ടത്തോണിയിൽ വന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഇൻസ്പെക്ഷൻ ആയിരിക്കും. ഇവിടുന്ന് മീൻ പിടിച്ചോ അല്ലെ വാങ്ങിയോ തിന്നുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരിക്കൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന് മീൻ വാങ്ങി പൊരിച്ചപ്പോൾ നല്ല ചളിയുടെ ടേസ്റ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ വണ്ടിയിലെ കിടക്കുന്ന സെറ്റപ്പ്. ഈ കിടക്ക് 2 പീസാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കായത് കാരണം ബെഡ്ഷീറ്റ് ഒന്നും വിരിച്ചിട്ടില്ല. 16 ദിവസത്തെ രാജസ്ഥാൻ ട്രിപ്പിന് പോയപ്പോൾ 12 ദിവസവും ഞങ്ങൾ ഇതിലാണ് കിടന്നത്. നല്ല വൃത്തിക്ക് വിശാലമായിട്ട് ഇവിടെ കിടക്കാം. ഞങ്ങൾ ഇന്നലെ കയറിയ മലയാണിത്. രാവിലെ തന്നെ കുറേ പേര് ട്രക്കിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. ആ ദൂരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട് കാണും അവരിങ്ങനെ ട്രക്കിങ്ങിനായിട്ട് കയറി പോകുന്നത്. അപ്പം നമ്മുടെ ക്യാമ്പിംഗ് ബഡ്ഡീസ് ഇവരാണ്: ശ്രീ ലേജു സാർ, ശ്രീ CR, ശ്രീ GM, ശ്രീ ജസ്റ്റിൻ, ശ്രീ വക്കീൽ. പിന്നെ ഇത് രാവിലെ തന്നെ ശ്രീ ജസ്റ്റിൻ നമുക്ക് ഉണ്ടാക്കി വെച്ച കട്ടൻ കാപ്പി. ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ബാക്കിയുള്ളതുകൊണ്ട് അതും കൂട്ടിയടിക്കാൻ വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കുന്ന ശ്രീ ജസ്റ്റിൻ. ഒരുപാട് കിളികളുണ്ട് ഇവിടെ. ക്യാമ്പിങ്ങിന് വളരെ ഉപയോഗപ്രദമായ ഒരു സാധനമാണ് ചെറിയൊരു വാട്ടർ പമ്പ്. വെള്ളം ആവശ്യത്തിന് വേസ്റ്റ് ആക്കാതെ ഉപയോഗിക്കാം. പിന്നെ നല്ല സൗകര്യം. റീചാർജബിൾ ആണ്. ആമസോണിൽ 200 രൂപയ്ക്ക് അടുത്ത് കിട്ടും.
അപ്പോൾ ഈ ക്യാമ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പിരിയുകയാണ് ഗൈസ്. ശ്രദ്ധിക്കുക, ക്യാമ്പിംഗ് ചെയ്യുമ്പോൾ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. നിങ്ങൾ കൊണ്ടുവരുന്ന വേസ്റ്റ് നിങ്ങൾ തന്നെ കൊണ്ടുപോവുക. അതിപ്പോൾ ഒരു മുട്ടായി കടലാസാണെങ്കിൽ കൂടെ ആവശ്യത്തിന് വെള്ളം കരുതുക. എല്ലാ സ്ഥലത്തും നല്ല വെള്ളം കിട്ടണമെന്നില്ല. പിന്നെ ഓഡോമോസ്, കൊതുകുതിരി, അല്പം ഫസ്റ്റ് എയ്ഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുപോവുക. നല്ല സൗണ്ടിൽ പാട്ടൊക്കെ വെച്ച് അലമ്പാക്കാതിരിക്കുക. എല്ലാം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. കാരണം നമുക്ക് ശേഷം വീണ്ടും പലർക്കും ഇവിടെ വരാനുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുന്നു. വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.